ഓപ്പറേഷൻ നുംകൂറിൽ പിടിച്ചെടുത്ത വാഹനങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ഭൂട്ടാനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ സംഘം കേരളത്തിലെത്തുന്നു. റോയൽ ഭൂട്ടാൻ കസ്റ്റംസ് സംഘമാണ് അനധികൃതമായി കടത്തിയ വാഹനങ്ങളുടെ വിവരങ്ങൾ കസ്റ്റംസിൽ നിന്ന് തേടുക. അടുത്തയാഴ്ച സംഘം കൊച്ചിയിലെത്തും. ഇന്ത്യയിലെ വാഹന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് അന്വേഷണം നടക്കുന്നതിനിടെയാണ് റോയൽ ഭൂട്ടാൻ കസ്റ്റംസ് ഭൂട്ടാനിൽ സമാന്തര അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ നുംകോറിൽ പിടിച്ചെടുത്ത വാഹനങ്ങളെ കുറിച്ചാണ് അന്വേഷണം. റോയൽ ഭൂട്ടാൻ കസ്റ്റംസ് സംഘം അടുത്തയാഴ്ച കൊച്ചിയിലെത്തി ഭൂട്ടാനിൽ നിന്ന് അനധികൃതമായി കടത്തിയ വാഹനങ്ങളുടെ വിവരങ്ങൾ തേടും. ഭൂട്ടാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിയിൽ ഡീരജിസ്ട്രേഷൻ ചെയ്താൽ മാത്രമേ വാഹനങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കൂ. എന്നാൽ കേരളത്തിലേക്ക് SUV ആഡംബര വാഹനങ്ങൾ അനധികൃതമായാണ് എത്തിച്ചതെന്ന നിഗമനത്തിലാണ് ഭൂട്ടാൻ കസ്റ്റംസ്. വ്യാജരേഖ ചമച്ചുള്ള വാഹനക്കടത്തിൽ ഒന്നിലധികം ക്രിമിനൽ കുറ്റങ്ങൾ നിലനിൽക്കുമെന്നാണ് ഭൂട്ടാൻ കസ്റ്റംസിന്റെ വിലയിരുത്തൽ. വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് ഭൂട്ടാൻ കസ്റ്റംസ് മുൻ സൈനിക ഉദ്യോഗസ്ഥനെ ചോദ്യം ചെയ്തിരുന്നു. ഇയാളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളും കൊച്ചിയിലെ കസ്റ്റംസ് യൂണിറ്റിന് കൈമാറും. കൂടാതെ കഴിഞ്ഞ 15 വർഷത്തിനിടെ ഭൂട്ടാനിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളുടെ എഞ്ചിൻ നമ്പർ കേന്ദ്രീകരിച്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ നുംകോറിൽ റോയൽ ഭൂട്ടാൻ കസ്റ്റംസിന്റെ സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കസ്റ്റംസിന്റെ കൊച്ചി യൂണിറ്റ്. അങ്ങനെ സഹായം ലഭിച്ചാൽ ഇപ്പോൾ പട്ടികയിലില്ലാത്ത കൂടുതൽ വാഹനങ്ങൾ കസ്റ്റംസിന്റെ കൊച്ചി യൂണിറ്റിന് പിടിച്ചെടുക്കാൻ കഴിയും. ഷഹിൻ ആന്റണി, ന്യൂസ് മലയാളം, കൊച്ചി.